21 പേർ പിന്തുണച്ചയാൾ ഷൈനി മാത്യു ആണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണച്ച ഷൈനി മാത്യുവിന് രണ്ടാമത്തെ ഇട്ടയും കൊടുക്കുന്നു. അതിൽ കുറച്ച് പിന്തുണച്ച മിനിമോൾക്ക് ഒന്നാമത്തെ ഇട്ടയും കൊടുക്കുന്നു. ഇതിലൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എങ്ങനെയാണ് ഒരു പാർട്ടി ഔദ്യോഗികമായി ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത്? പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. മിനിമോൾക്ക് നേരത്തെ 3 വർഷം എന്നുള്ളതിൽ മിനിമോൾക്ക് 9 മാസമേ കിട്ടിയുള്ളൂ. ആയിക്കോട്ടെ, പക്ഷേ എങ്ങനെയാണ് നിങ്ങൾ ഭൂരിപക്ഷം അനുസരിച്ചാണെങ്കിൽ 21 പേർ പിന്തുണച്ച ഒരാൾ എങ്ങനെ രണ്ടാം സ്ഥാനത്ത് വരിക? 17 പേർ പിന്തുണച്ച ആൾ എങ്ങനെ ഒന്നാം സ്ഥാനത്ത് വരിക? 4 പേരെ പിന്തുണച്ചയാളെ എങ്ങനെയാണ് മേയറാക്കാമെന്ന് നേരത്തെ തത്വത്തിൽ തീരുമാനമെടുക്കുക? അപ്പോൾ അതിലെവിടെയാണ് നിൽക്കുന്നത്? നിങ്ങൾ ഭൂരിപക്ഷ അടിസ്ഥാനത്തിലാണോ നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഷൈനി മാത്യു ഒന്നാം സ്ഥാനത്ത് വരണം. അതുകൊണ്ടാണ് അജയ് തറയിലും ദീപ്തി മേരി വർഗീസും അടക്കം പറയുന്നത് നിങ്ങൾ പരിഗണിച്ചത് ഭൂരിപക്ഷമേ അല്ല. അപ്പോൾ നിങ്ങൾ പരിഗണിച്ചത് എന്താണ്? മറ്റു മാനദണ്ഡങ്ങളാണ്. മിനിമോൾ മോശം കാൻഡിഡേറ്റ് ആണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ദീപ്തി മേരി വർഗീസിന് അയോഗ്യത എന്തായിരുന്നു? ദീപ്തി മേരി വർഗീസിന് വളരെ കുറച്ച് കൗൺസിലർമാരുടെ പിന്തുണയെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദീപ്തി മേരി വർഗീസിനെ മുന്നിൽ നിന്ന് നയിച്ചുകൊള്ളാൻ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? എന്താണ് ആ കൊടുത്ത സന്ദേശം? അപ്പോൾ ഒടുവിൽ അധികാരം എത്തിക്കഴിഞ്ഞാൽ സഭാ നേതൃത്വമാണെങ്കിലും സമുദായ ശക്തികളാണെങ്കിലും അധികാരത്തിനു വേണ്ടി സ്വാധീനം ചെലുത്തുമ്പോൾ അതിന് കീഴടങ്ങുന്ന മുന്നണിയാണ് എന്ന സന്ദേശമാണോ നൽകുന്നത്? അതുകൊണ്ടാണ് അധികാരത്തിലെത്തിയാൽ ഐക്യമുന്നണി അനൈക്യമുന്നണിയായി മാറുന്നു. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിൽ ലീഗിന് അതൃപ്തി ഉണ്ടെന്നേ. ലീഗിൻ്റെ അതൃപ്തി പരസ്യമായി തന്നെ രേഖപ്പെടുത്തി. എറണാകുളം പോലൊരു കോർപ്പറേഷൻ അധികാരം പിടിച്ചു വരുമ്പോൾ അതിൻ്റെ അധികാരത്തിൻ്റെ വിഹിതം പങ്കിടാൻ വേണ്ടി വരുന്ന മനുഷ്യർ അവരെ അനുനയിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഈ പരാജയം LDFന് കിട്ടിയിട്ട് ഇത്രയും നാളായല്ലോ. ഒരു പരസ്യമായ പ്രതികരണം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ? LDFിൻ്റെ ഏതെങ്കിലും ഘടകകക്ഷിയിൽ നിന്ന് CPയിൽ വിമർശനമുണ്ടായി. പാർട്ടിക്കുള്ളിൽ ഒരുപക്ഷെ ജോസ് കെ മാണിയുടെ പാർട്ടിക്കുള്ളിലും വിമർശനം ഉണ്ടായിട്ടുണ്ടാവാം. പുറത്തൊരൊറ്റ നേതാവും പിണറായി വിജയനെതിരെയോ ഈ മുന്നണിക്കെതിരെയോ അഭിപ്രായം പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടോ?